നമസ്കാരം. ഞാൻ വിജി ശശിധരൻ, മാനേജിംഗ് ഡയറക്ടർ പ്രൈം സ്റ്റോൺ. ഈ ഒരൊറ്റ ചെങ്കല്ല് ടൈൽസ് 100% നാച്ചുറൽ ആയിട്ടുള്ള ഈ ചെങ്കല്ല് ടൈൽസ് ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ നിരവധി ലേയിങ് മെത്തേഡുകളിലൂടെ നമ്മളുടെ ചുമരുകൾ വ്യത്യസ്തമാക്കാൻ പറ്റുന്നതാണ്. ചുമരായിക്കോട്ടെ, പില്ലർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇന്റീരിയർ ആയിക്കോട്ടെ, എക്സ്റ്റീരിയർ ആയിക്കോട്ടെ. ഇപ്പോൾ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് അത് വിവിധ ലേയിങ് മെത്തേഡുകളിലൂടെ നമുക്ക് വളരെ മനോഹരമാക്കി ഒട്ടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ഉള്ള നോർമൽ ലേയിങ് മെത്തേഡാണ്. ബ്രേക്ക് ജോയിന്റ് വെച്ചിട്ട് ഒരു കല്ലിനെ ഒരു കല്ലിലേക്ക് വെച്ച് അടുപ്പിച്ച് വെച്ചിട്ട് ബ്രേക്ക് ജോയിന്റ് ആയിട്ട് ഒട്ടിക്കുന്ന ഒരു മെത്തേഡാണ് വരുന്നത്. രണ്ടാമത് പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിനെ സ്പേസർ ഇട്ടിട്ട് ഇപ്പൊ നമുക്കിപ്പം ഇതേപോലെ തന്നെ ഈ ബ്രേക്ക് ജോയിന്റിൽ തന്നെ വരുമ്പോൾ സ്പേസർ ഇട്ടിട്ട് അത് അതേപടി തന്നെ വിട്ടിട്ട് ഉപയോഗിക്കാം. അതൊരു ഭംഗിയാണ്, അതിനൊരു ഭംഗി വരുന്നുണ്ട്. മൂന്നാമതായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കല്ലിന്റെ മേലേക്ക് ഒരു കല്ല് മേലേക്ക് 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 വെച്ചിട്ട് അങ്ങനെ ഒരു ലേയിങ് മെത്തേഡ് വരുന്നുണ്ട്. അടുത്തായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ എഡ്ജ് ഇപ്പൊ 4 ഭാഗവും മോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. അത് വളരെ മനോഹരമായിട്ടുള്ള ലേയിങ് മെത്തേഡാണ്. കൂടാണ്ട് ഇതിനെ തന്നെ നമുക്ക് ഡയമണ്ട് ആകൃതിയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ 6x6, അതേപോലെ തന്നെ 7x7, അതുപോലെ തന്നെ 12x4 ഇഷ്ടിക ക്ലാഡിങ് പോലെ തന്നെ വരുന്നതാണ് 12x4. പിന്നെ കുറച്ചുകൂടെ ചെറിയ സൈസിലേക്ക് ഇപ്പോൾ അമ്പലങ്ങളെ കൺസ്ട്രക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ 10x6 സൈസ്, 10x7 സൈസ്, അങ്ങനെ വിവിധ ഒറ്റ ചെങ്കല്ല് ടൈൽസിനെ ഉപയോഗിച്ചിട്ട് വിവിധ ലേയിങ് മെത്തേഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിന്റെ തന്നെ ചെറിയ വരുന്നുണ്ട്. ഒരു ഇഞ്ച് 1.5 ഇഞ്ചിൽ നമുക്കൊരു 3 ഇഞ്ച് 4 ഇഞ്ച് പീസുകൾ വന്നിട്ട് അതിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ വ്യത്യസ്ത മനോഹരമാക്കാൻ പറ്റുന്നതാണ് നമ്മളെ ചുമരുകൾ. പിന്നെ നമുക്ക് പറയുന്നത് ഇതിന്റെ തന്നെ ബ്രോക്കൺ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇത് ബ്രോക്കണിൽ വെച്ചിട്ട് നമുക്ക് അതേപോലെ തന്നെ ബ്രോക്കൺ കൊടുത്തിട്ട് നമുക്ക് മനോഹരമാക്കാൻ പറ്റും. ഈ ബ്രോക്കണിനെ തന്നെ ബ്രോക്കണിന്റെ എഡ്ജസ് നമുക്ക് നല്ലോണം മോൾഡ് ചെയ്തിട്ട് അതും നമുക്ക് വളരെ ആക്കാൻ പറ്റുന്നതാണ്. പിന്നെ ചെങ്കൽ ടൈൽസ് വാങ്ങിക്കുന്നവർക്ക് ഒരു സംശയം, ഒരുപാട് പേർക്കുള്ള സംശയം, ഇതിനെ മോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഉണ്ട്. നമുക്ക് തീർച്ചയായിട്ടും നമുക്കിത് കട്ട് ചെയ്യാം, മോൾഡ് ചെയ്യാം, ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ലാസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും. അത് 100% നമുക്കൊരു കേടും വരാണ്ട് എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും. ഭിത്തിയിൽ ക്ലാഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇപ്പം ഡയറക്റ്റ് ആയിട്ട് മഴ പെയ്താൽ തന്നെ കൂടിയിട്ട് നമുക്കതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരൊറ്റ സ്റ്റോൺ ക്ലിയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കേടും കാര്യങ്ങളും കൂടാണ്ട് എത്ര വർഷം വേണമെങ്കിലും ഇരിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിന്റെ ലേയിങ് മെത്തേഡുകൾ, വിവിധ തരത്തിലുള്ള ലേയിങ് മെത്തേഡുകളൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ആ രീതിയിലേക്ക് നിങ്ങളുടെ ചുമരുകളെ മനോഹരമാക്കാൻ പറ്റുന്നതാണ്. കൂടാണ്ട് എന്തെങ്കിലും ഇതേക്കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ടീമിന്റെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ചിട്ട് ഏത് നേരം വേണമെങ്കിലും നമുക്ക് അതിന്റെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കറക്റ്റ് ആൻസറും കാര്യങ്ങളും നമ്മൾ തരുന്നതാണ്.